ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി മുന്നോട്ടുള്ള കാലം സ്വസ്ഥമായിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജീവിക്കണം. അപ്പൊ എന്താ ചെയ്യാ? തറവാട്ട് ഭരണം മകനും മരുമകളും കൂടി ചേർന്നങ്ങ് നടത്താം. അച്ഛനും അമ്മയ്ക്ക് എത്ര കാലം വേണമെങ്കിലും വിശ്രമിക്കാം. തറവാട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കി നടത്തിക്കൊള്ളാം. പക്ഷേ ഒന്നും എന്റെ പേരിൽ എഴുതി എന്നെ കാരണവരാക്കരുത്. ചാരുകസരെ കിടന്നുള്ള ശ്യാമേ, സംഗീതേ, ശങ്കര, ഗോവിന്ദ എന്നൊക്കെയുള്ള വിളികള് തറവാട്ടിൽ എന്നും മുഴങ്ങണം. ആ സ്ഥാനത്ത് ഞാൻ വിളിച്ചു കൂവിയ അതൊരു പിച്ചൗട്ടായിട്ടേ എല്ലാവർക്കും തോന്നും. അതുകൊണ്ട് കാരണവന്റെയും കാരണവത്തിയുടെയും സ്ഥാനത്ത് ആരെയും പകരം വെക്കരുത്. പ്ലീസ്, നിങ്ങൾ തന്നെ മതി. ആ, അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പോ വേറൊരു കാര്യം, കോവിലകം വക സ്വത്തിന്റെ ഒരംശമെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം മാത്രമേ അച്ഛനുള്ളൂ. വൃദ്ധസദനത്തിലേക്ക് നമ്മൾ പതിവായി കൊടുക്കാറുള്ള ഡൊണേഷൻ തുകയായത്. ഇത് നിന്റെ കൈകൊണ്ട് തന്നെ അങ്ങ് കൊടുക്കണം. പിന്നെ തിരക്കിന്റെ ഇടയിൽ അത് മറന്നു പോകരുത്. ഇല്ല ചാ, ഞാനിത് ഇപ്പൊ തന്നെ വൃദ്ധസ്ഥാനത്തിൽ എത്തിച്ചേക്കാം. പോയി വേഗം ഡ്രസ് മാറി വാ. പൊതിയണത്? ഓ വേണ്ട ചാ. സ്വത്തിനു വേണ്ടി സ്വന്തം അച്ഛനമ്മമാരെ പോലും മക്കള് തല്ലിക്കൊല്ലുന്ന കാലമായത്. അങ്ങനെയുള്ളപ്പോ നമ്മുടെ മകൻ തന്നെയാ നമുക്ക് ഏറ്റവും വലിയ അമൂല്യമായ സ്വത്ത്. അതെ, ആ സ്വത്ത് നമ്മൾ ദേവിയേക്ക് കൂടി കൈമാറണം. അമ്മേ, മോളെ, പക്ഷേ നീ ഇതെവിടെയാ? അമ്മ എവിടെയുണ്ട്? ഇങ്ങോട്ട് വാ മോളെ. നീ എവിടെയാ? ചന്ദ്രു, നീ ഇതാരെയാ വിളിക്കുന്നേ? വർഷം മോളെ. അമ്മയെന്ന് വിളിച്ചോണ്ട് അവളിങ്ങോട്ട് വന്നതാണല്ലോ. മോളെ, വർഷേ. ചന്ദ്രു, എല്ലാം നിന്റെ തോന്നലാ. ഇങ്ങോട്ട് ആരും വന്നിട്ടില്ല. ഇല്ല, ഞാൻ വിളി കേട്ടതാ. എന്താ ചന്ദ്രു നീ ഇങ്ങനെ? ആര് പറഞ്ഞു വന്നിട്ടില്ലെന്ന്? അവളുടെ ശബ്ദം ഞാൻ കേട്ടതാണല്ലോ. വന്ദനമോള് വന്നല്ലോ. മോള് പറ, നീയും ജഗനും കൂടി വർഷ അന്വേഷിച്ചു പോകുന്നതിന് മുൻപ് അവള് വന്നു അല്ലേ? അവള് വന്നില്ലേ? ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വന്നതല്ലേ? എന്നിട്ട് എന്റെ വർഷമോൾ എവിടെ? മാനത്തെ കൊട്ടാരം